Hallelujah.
കണ്ണുമടഞ്ഞിരിക്കട്ടെ. യേശുവേ, നീ വന്നാൽ എൻ്റെ സിറ്റുവേഷൻ മാറും. ഡാഡി വന്നാൽ എൻ്റെ സിറ്റുവേഷൻ മാറും. എൻ്റെ സ്ഥിതി മാറും. എൻ്റെ കരച്ചൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ കരച്ചൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ നിലവിളിക്ക് മറുപടി തരുന്ന എൻ്റെ ദൈവം. എൻ്റെ കണ്ണും അടഞ്ഞിരിക്കട്ടെ. യെസ്, ഒരു തീക്കനലിൻ്റെ അനുഭവം, ഒരു വെളിപ്പാടിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ മേൽ അവരുടെ ശക്തി ഇറങ്ങുമെങ്കിൽ എന്നെ തുടർന്ന് പിടിക്കുന്ന ചില പോരുകൾ, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പോരുകൾ, എൻ്റെ കടഭാരത്തിൻ്റെ വിഷയങ്ങൾ, എന്നെ മനസ്സ് മുറിവേൽപ്പിക്കുന്ന ചില പോരുകൾ, എന്നെ തകർക്കുന്ന രോഗബന്ധന, എന്റെ മസിലുകൾ, എന്നെ അലട്ടുന്ന എന്റെ ഹാർട്ടിന്റെ വിഷയം, എന്റെ കിഡ്നിയുടെ വിഷയം, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന എന്റെ ഭാരങ്ങൾ, യേസപ്പ ഇന്ന് പകൽ നീ എടുത്തു മാറ്റുമെങ്കിൽ അലക്ഷ്യമായി നിൽക്കുന്നവർക്കല്ല, ഇത് ദാഹത്തോടെ നിൽക്കുന്നവർക്കാണ്. എനിക്കൊന്ന് മറുപടി തരണം, എനിക്കൊന്ന് മറുപടി തരണം, എനിക്കൊന്ന് മറുപടി തരണം. അവന്റെ ശക്തിയിൽ എനിക്ക് ജീവിക്കണം, എനിക്ക് അവന്റെ ശക്തിയിൽ ജീവിക്കണം, എനിക്ക് അവന്റെ ശക്തിയിൽ ജീവിക്കണം, എനിക്ക് അവന്റെ ശക്തിയിൽ ആരാധിക്കണം. എനിക്ക് പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ശക്തിയോട് എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന എന്റെ ദൈവം, എന്റെ വാതിൽ തുറക്കുന്ന എന്റെ ദൈവം, എന്റെ കരച്ചന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ദൈവം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ, ആരോ പറയുന്നു, ഞാൻ ഒരിക്കലും കൈവിടപ്പെട്ട് പോകത്തില്ല. എന്റെ ദൈവം എന്റെ ഉപനിധിയാണ്, അവൻ എന്റെ ഓഹരിയാണ്. എനിക്ക് വേണ്ടി അവൻ ഇറങ്ങും, 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 എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ അനാഥയായി പോകുവാൻ സമ്മതിക്കത്തില്ല. എനിക്ക് സ്വന്തം വീട് വരും. യെസ്, ഇന്ന് എന്നോട് പരിശുദ്ധാത്മാ പറയുന്നത്, നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് നിനക്കൊരു മാറ്റം ഉണ്ടാകും. നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് നിനക്കൊരു മാറ്റം ഉണ്ടാക്കാൻ യേശു ഉദ്ദേശിക്കുന്നു. ആ മാറ്റം ആരാണ് ഇന്നിവിടെ വാങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ എപ്പോഴും ശക്തി, അവന്റെ ശക്തിയെ വാങ്ങാൻ പഠിക്കൂ. ശക്തി ഒരു ഭയങ്കര സംഭവമാണ്. യെസ്, അഭിഷേകമാണ് രോഗത്തെ മാറ്റുന്നത്, അഭിഷേകമാണ് ഭൂതത്തെ കരിച്ചു കളയുന്നത്, അഭിഷേകമാണ് നിനക്ക് ചില പുതിയ ഉറവുകളെ വെട്ടി നിന്നെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, അഭിഷേകമാണ് നിന്റെ തലമുറയുടെ വിധിയെ മാറ്റിയെഴുതുന്നത്. എല്ലാം അനോണ്ടിങ് ആണ്, ബേസിക് അനോണ്ടി, അഭിഷേകം. യേശു പറഞ്ഞ ശക്തി പ്രാപിച്ചിട്ട് ചില പേപ്പർ വർക്കിന്റെ മേൽ എന്റെ കർത്താവിനെ കാരണം എത്തിപ്പിടിക്കുക. എങ്ങനെ ചില പേപ്പർ സംബന്ധമായുള്ള വിഷയങ്ങളിൽ എന്റെ അപ്പായുടെ കരം അത് എത്തിപ്പിടിക്കുക. കാരണം അവര് കൈ നീണ്ടു വരികയില്ലേ. സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടിയല്ലോ, അതിന്റെ പെരുവെള്ളത്തിന്റെ കൈ അവൻ പിടിച്ചെടുത്തത്. അവന്റെ കരം കുറുകി പോയിട്ടില്ല. വിശ്വാസമുള്ളവർക്ക് സംഭവിക്കണം.
ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ആരെങ്കിലും ശക്തിക്ക് കൊതിക്കുന്നവരുടെ മോളിൽ പ്രണ്ടി വരാം. എൻ പ്രേമഗീതമാ എൻ യേശുനാഥനീ എൻ ജീവനേ ഗാനമേ വലിയതാണെനിക്ക് എൻ ജീവനേ ഗാനമേ ഒരു ഭ്രാന്തിയെ പോലെ എല്ലാവരാലും കൈവിടപ്പെട്ടവളായി എന്റെ അന്ത്യത്തിന് എന്റെ തലമുറ എനിക്ക് അനുകൂലമായി എണ്ണിക്കുമോ കർത്താവേ എന്ന് കരുതിക്കൊണ്ട് നിന്റെ 8 വർഷം പ്രാർത്ഥനയ്ക്ക് നിന്റെ കൈകൊണ്ട് നിന്റെ പട്ടണത്തിൽ ഞാൻ 8 കുടുംബത്തെ എണ്ണിപ്പിക്കും. ഇത് സെയിം ദൂത് തന്നെയാണ് അവിടെ ജെസിയോട് ദൈവാത്മ വെളിപ്പെടുത്തുക. ഇത് ഏലിയാവിന്റെ ദൈവത്തിന്റെ തീ അഭിഷേകം. നീ അവിടെ നിൽക്കത്തില്ല ജെസി, ചാടി വരെ ഇവിടെ നിന്റെ കൈ കൊണ്ട് ചില കുടുംബങ്ങളെ ഞാൻ എണ്ണിപ്പിക്കാൻ പോകുന്നു. യെസ്, അല്പസമയത്തേക്ക് ശത്രുക്കൾ നിന്റെ വഴി അടച്ചാലും ഞാനത് തുറക്കുമെന്നുള്ള ഉറപ്പ് തരികയാണ്. അതിന്റെ വെളിപ്പാട് മലമേലിരിക്കുന്ന പട്ടണം മറന്നിരിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. പട്ടണം വളർന്നിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ വിഭജിച്ച് നൽകുന്നു.
വന്നാൽ എന്റെ ദുഃഖമെല്ലാം മാറുമേ. മാറിപ്പോകുമേ. എന്നെ പേര് ചൊല്ലി വിളിച്ച യേശുവേ, നഷ്ടപ്പെട്ട് പോയതെല്ലാം മുടക്കി തരുന്ന യേശുവേ, നീ തുറന്നാൽ ആരടയ്ക്കും, നീ അടച്ചാൽ ആ തുറക്കും. യേശുവേ 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 യേശുവേ. മിനിയോട് ദൈവത്തെ പറയുക, നീ ഇന്നലെ അനുഭവിച്ച വേദന ഞാൻ കണ്ടു, നീ ഇന്നലെ അനുഭവിച്ച വേദന ഞാൻ കണ്ടു. എനിക്ക് തോൽവി വരത്തില്ല, എന്റെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ജയിക്കും. ഇത് ഏലിയാവിന്റെ ദൈവത്തിന്റെ വെളിപ്പാണ്. ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിച്ച് ജയമെടുക്കും. മരണം എന്റെ വീട്ടിൽ വരത്തില്ല, എന്റെ വീട്ടിൽ ആനന്ദം വരത്തേ ഉള്ളൂ. മരണം എന്റെ ശത്രുക്കളെ വീട്ടിലേക്ക് കൈമാറി എപ്പോഴേ എന്റെ വീട്ടിൽ നീ വന്നാൽ എന്റെ ദുഃഖമെല്ലാം മാഞ്ഞു പോകും. യേശുവേ, പനി പോലെ ഉരുകി പോകും എന്റെ യേശുവേ. യേസപ്പാ 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 യേസപ്പാ. പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പൊഴിയും ആവിയേ. ഇതാ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മാത്രം പറയട്ടെ. നിന്റെ വേദനയിൽ, നിന്റെ ഞെരുക്കത്തിൽ, നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചതിയുടെ ഇടയിൽ പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പൊഴിയും ആവിയേ. വാങ്ങിക്കോ. പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പൊഴിയും ആവിയേ. ആവിയേ ആവിയേ, മഴയായി പെയ്യും ആവിയേ. ആവിയേ ആവിയേ, മഴയായി പെയ്യും ആവിയേ. പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പെയ്യും ആവിയേ. ഇറങ്ങി വാ ഇറങ്ങി വാ എന്റെ ഉള്ളിൽ, ഇറങ്ങി വാ ഇറങ്ങി വാ യേശുവേ എന്റെ ഉള്ളിൽ, ഇറങ്ങി വാ. പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പൊഴിയും ആവിയേ. ഇവിടെ കാലിന്റെ ചിരട്ടിൽ യേശുവിന്റെ അഗ്നി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോ, ഇവിടെ കാലിന്റെ മസിലുകളിൽ യേശുവിന്റെ രക്തം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോൾ, ഞാൻ നിനക്ക് പുതിയ കാലുകൾ തരുന്നു. അത് പേടമാൻ കാലുകളെ പോലെ ആയിരിക്കും.
പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പെയ്യും ആവിയേ. മോളെ വാങ്ങിക്കോ. പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പെയ്യും ആവിയേ. ആവിയേ ആവിയേ മഴയായി പെയ്യും ആവിയേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകയില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാകുകയില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, നിനക്കായി വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, നിനക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, നിൻ കയ്യിൽ നടത്തിടുമേ. Thank you. മോനെ നിന്റെ പേരെന്താ? പ്രണവ്. എന്നോട് ഡാഡി പറഞ്ഞ ഒരു ബിസിനസ് മാൻ ആയിട്ട് മാറാൻ പോവുകയാണ്. നിന്റെ അപ്പനും വലിയപ്പൻ ചെയ്ത പോലെയല്ല, നീ വ്യത്യസ്തമാണ്. നീ ഇനി കൂട്ടുകെട്ടിൽ നീ പുറത്തു വരണം. യേശുവിന്റെ അരുളപ്പാടാണ് നിന്നോട് പറയുക. കാരണം നീ ഇപ്പൊ നിന്നെയുള്ള 3 കൂട്ടുകാരൻ നിന്നെ കൊല്ലുവാൻ ചതിയുള്ളവരാണ്. അവരോട്ട് നീ പുറത്തു വരണം. നിന്റെ കൂട്ടുകാരൻ പരിശുദ്ധാത്മാവാകണം. നിന്റെ കൂട്ടുകാരൻ യേശുവാകണം. യേശു കൂട്ടുകാരനാണ്. പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൽ എൻ തോഴനെ കണ്ടേ ഇന്നു മുതൽ യേശു ക്രിസ്തു മകന്റെ കൂട്ടുകാരാകട്ടെ. നീ വലിയവനാകും, പട്ടണത്തിൽ വലിയവനാകും, നീ ഉയർച്ച പ്രാപിക്കും, നിനക്ക് നന്മ വരും, നീ ദാനധർമ്മം ചെയ്യും, അനേകർക്ക് വാരി വിതറിക്കൊടുക്കും. ഇത് ദൈവത്തിന്റെ അരുളപ്പാട്. ഞാൻ യഹോവയെന്ന് നീ അറിയും, ഞാൻ യഹോവയെന്ന് നീ അറിയും. അവന്റെ തീയഭിഷേകം, അവന്റെ വെളിപ്പാട് ചില തലമുറകൾക്ക് വേണ്ടി, തലമുറകൾക്ക് പ്രാർത്ഥിക്കുന്നവർ മാത്രം കയ്യെ ഉയർത്തി പിടിച്ചുകൊണ്ട് എന്റെ തലമുറ ഇതുപോലെ ആകണമെത്താവേ. എത്രയോ അമ്മമാരപ്പമാർ ഏറ്റെടുക്കുക, എന്റെ തലമുറ ഇതുപോലെ ആകണം, എന്റെ വീട് ഇതുപോലെ ആകണം, എന്റെ വീട് ശക്തി ഇറങ്ങണം, ഇറങ്ങണം, ഇറങ്ങണം. എന്റെ മക്കൾ ഇതുപോലെ ആകണം. ആകും, 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 ആകുമെന്നേ. ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. എന്റെ തലമുറ ഇതുപോലെ ആകണം, എന്റെ തലമുറ ഇതുപോലെ ആകണം, എന്റെ തലമുറ ദാവീദിനെ പോലെ ആകണം, എന്റെ തലമുറ ദാവീദിനെ പോലെ ആകണം, എന്റെ തലമുറ യോസേഫിനെ പോലെ ആകണം. ആരാ പറയുന്നു ഇവിടെ? ആരാ പറയുന്നു? എന്റെ തലമുറ യോസേഫിനെ പോലെ ആകണം. രാജാവിന്റെ കയ്യിലുള്ള മോതിരം എന്റെ മക്കളുടെ കയ്യിൽ വരണം. ആർക്കാ വേണമെന്നത്?
ശക്തി ശക്തി 3 കുടുംബത്തിന് മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോ 3 കുടുംബത്തിന് മേൽ അവൻ ഉളവായതുകൊണ്ടും ഇവിടെ ഉളവായതല്ല, അവൻ മുഖാന്തരം ഉളവായതാണെങ്കിൽ അവനെ കൂടാതെ ഉളവായത് ഒന്നുമായിട്ടില്ല. അവന്റെ ശക്തി, അവന്റെ തീ അഭിഷേകം ചില വീട്ടിലെ ഉള്ളറകളെ ഒരു പുതപ്പിന്റെ രൂപത്തിൽ ഒരു അഭിഷേകം ഒഴുകിയിറങ്ങിയ പിടിച്ചെടുക്കുന്ന വീടുകളിൽ ഉറക്കെ നോക്കിയാൽ പിടിച്ചെടുക്കുന്നവർക്ക് ഉമ്മയെ പോലെ എന്റെ അപ്പായെ പോലെ ഒരുത്തനുമില്ല, എന്റെ അപ്പായെ പോലെ ഒരുത്തനുമില്ല, എന്റെ അപ്പായെ പോലെ ഒരുത്തനുമില്ല, എന്റെ അപ്പായെ പോലെ ഒരുത്തനുമില്ലെന്ന് ആരോ പറയുന്നു. അവരെ തേടി വന്ന ദൈവം, തേടി വന്ന ദൈവം, തേടി വന്ന ദൈവം, എന്റെ തോൽവികൾ ദയമാക്കുന്ന ദൈവം, എന്റെ കെട്ടുകൾ അറക്കുന്ന ദൈവം. അവന്റെ ശക്തി അവൻ നിന്നെ രക്ഷിക്കും, രക്ഷകൻ നിന്നെ രക്ഷിക്കും, രക്ഷകൻ നിന്നെ രക്ഷിക്കും. വിശ്വാസമുണ്ടോ എത്തിപ്പിടിക്കുക, വിശ്വാസമുണ്ടോ എത്തിപ്പിടിക്കുക. അവന്റെ കൈകൾ എത്തിപ്പിടിക്കാൻ വിശ്വാസമുണ്ടോ നിനക്ക്? യെസ് യെസ്, പവർ 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 പവർ. Thank you, Jesus. മോളെ നിന്റെ പേരെന്താ? നീതു. നീതു. നിന്റെ കാലം നോക്ക് മോളെ, വന്നിങ്ങനെ 2 കാലം നോക്കിക്കോ. നിന്റെ ഈ ചിരട്ടിലോട്ട് കത്താവുന്ന കൈ തൊട്ടത് ഞാൻ കണ്ടു. ഈ മോളെ പേര് നീതുവാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഈ മോളെ പേര് നീതുവാണ്. ഇവിടെ മുട്ടിന്റെ ചിരട്ടിൽ കത്താവ് തൊട്ടത് ഞാൻ കണ്ടു. എനിക്ക് അറിയത്തില്ലായിരുന്നു. മോളെ ചെക്ക് നോക്കാമോ? അടയാളം പറയാം. നീ നടക്കുമ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നിന്റെ മസിൽ ഇറങ്ങിപ്പോ അതിന് തൊല്ലിയാവും. അതിനൊക്കറിയാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് പിന്നെ കിടക്കുക ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, അത് അവൻ ഏറ്റെടുത്തു. നമുക്കിനി ഒരു കോഡ് ഭാഷയും വേണ്ട, പക്ഷെ അവൻ അത് ഏറ്റെടുത്തു. നീ മോളെ 3 കൂട്ടം കാര്യം കത്താത്തിന് ചെയ്യും എന്നോട് പറഞ്ഞിട്ടുണ്ട്. 1, നീ ഉദ്ദേശിക്കുന്ന ജോലി സംബന്ധമായുള്ള ബന്ധം. 2, അതിന് വേണ്ടുന്ന ഫണ്ട്. 3, നീ ചിന്തിച്ച പോലെ എന്റെ അപ്പനും അമ്മയും സന്തോഷമായി എനിക്ക് അവരെ സഹായിച്ച് എനിക്ക് അവരെ മാനിപ്പിക്കണം. അല്ലേ? വേണ്ടായോ? നടക്കുമോ? ഇത് നീ പറഞ്ഞല്ല, പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞു, എന്റെ അകത്തുള്ള പറഞ്ഞതാണ്. ശക്തിയമാണ്. എല്ലാ നാമം
യോഗ്യനീ ദൈവകുഞ്ഞാടേ യോഗ്യനീ യോഗ്യനീ ദൈവകുഞ്ഞാടേ യേശപ്പ ഒരു കാലുമുട്ട് ഡാമേജ് ആയിരിക്കെ മറു സൈഡ് ഡാമേജ് ആകുന്നുണ്ടെങ്കിൽ ഇത് ഏത് പോക്ക എന്ന് ചോദിക്കുന്ന നിന്റെ മകളുടെ മുൻപിൽ ഇല്ലാത്തത് ഉളവാക്കി തരുവാൻ ശക്തിയുള്ളവന്റെ കരുണ നിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നഷ്ടപ്പെട്ടു പോയത് തേടി വന്നവൻ, നഷ്ടപ്പെട്ടു പോയ കോടാലിയെ മടക്കി കൊടുത്തവൻ, ലഹിയോൻ ബാധിച്ചവനെ പിടിപ്പിച്ച് നിർത്തിയവൻ, ശത്രുക്കൾക്ക് മുൻപ് മേജ ഒരുക്കുന്നവൻ, അവൻ നിന്റെ വീട്ടിന്റെ മുൻപിൽ നിന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് അടയാളമാകുന്നു, ഇത് അടയാളം. സ്തുതിക്കും വീടേ നല്ല നല്ല ഭക്തന്റെ ആശ്രയമാണ്. ആരാ? യേശു. ആരാ റെഡി? ഈ പാട്ടിലേക്ക് ആരാ റെഡി? സ്വർഗത്തിലേക്ക് ആരാ വരുന്നു? ദൂതന്മാരുടെ ചിറക് നമുക്ക് വാടകയ്ക്ക് വാങ്ങാം. ദൂതന്മാരുടെ ചിറക് നമുക്ക് വാങ്ങാം. നമുക്ക് പറക്കാൻ തുടങ്ങാം സ്വർഗത്തിലേക്ക്. ഞാൻ ചേർന്നിടുമോ സദമുഴക്കും ചാരേ വാനവരിൻ സ്തുതിനാദം സദമുഴക്കും ചാരേ എന്ന് ഞാൻ ചേർന്നിടും പരസുതരെ എന്ന് ഞാൻ ചേർന്നിടുമോ പരസുതരെ എന്ന് ഞാൻ ചേർന്നിടുമോ. ഒരു പ്രസൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്വർഗത്തിലെ അവന്റെ മക്കളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറയാണ്, ആശ്രയ പാറയാണ്. ആ തണൽ ചിലരുടെ മേൽ ഇറങ്ങി വരുന്നു, ചിലരുടെ മേൽ ഇറങ്ങി വരുന്നു. ആരോ കയറി പോകുന്നു ഗോപുരത്തിനകത്തേ കൂടെ. ആരാത്? യേശുവിന്റെ ശക്തി. തപമഹത്വം കണ്ടിട്ടെന്നാനന്ദിപ്പാൻ മമ കണ്കൾ ഗാനം കൊതിച്ചിടമേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ചാരേ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ചാരേ എന്ന് ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ എന്ന് ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ എന്ന് ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ എന്ന് ഞാൻ ചേർന്നിടുമോ.
ഒരു തീ അഭിഷേകത്തിന് ശക്തി. മോളെ വാങ്ങ്. ഭയങ്കര പ്രകാശം അവിടെ മൂടിക്കൊണ്ടേ വരുന്നു. ആ പ്രശംസ വാങ്ങുന്നവർക്ക്, അഭിഷേകം ഉള്ളവർക്ക്, യേശുവിൽ ആശ്രയിക്കുന്നവർക്ക്, അവനിന്റെ പാറ എന്ന് പറയുന്നവർക്ക്, അവനിന്റെ ദുർഗം എന്ന് പറയുന്നവർക്ക്, അവന്റെ അഭയസ്ഥാനം എന്ന് പറയുന്നവർക്ക്, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒരു വഴിയുമില്ലെന്ന് പറയുന്നവർക്ക് ഇത് സ്വന്തമാകുകയാണ്. എന്ന് ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്ന് ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്ന് ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്ന് ഞാൻ യേശുവേ, നീ വന്നതിനായി, നിറച്ചതിനായി താങ്ക് യു. എല്ലാ നെഞ്ചത്തോടും കൈവച്ചാട്ടെ. മൈ ഡിയർ റൈറ്റ്നസ് ഫാദർ, അന്ധത ഇല്ലാത്ത നാട് എന്റെ അപ്പ, ഈ സഭയ്ക്കകത്തും അന്ധതയില്ലാത്ത ജനങ്ങൾ ആരാധിക്കട്ടെ. ഈ സഭയ്ക്കകത്ത് കണ്ണുകൾ തുറക്കപ്പെട്ട ജനങ്ങൾ ആരാധിക്കട്ടെ. ബാല്യക്കാരന്റെ കണ്ണ് നീ തുറന്നല്ലോ കർത്താവേ. ഏലിശാവിന്റെ ബാല്യക്കാരന്റെ കണ്ണ് തുറന്ന പോലെ സഭയിലുള്ള ചില കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ യേശുനാമത്തിൽ. ദർശനമുള്ള കണ്ണുകളായി മാറട്ടെ, വെളിപ്പുള്ള കണ്ണുകളായി മാറട്ടെ, വിശുദ്ധിയുടെ കണ്ണുകളായി മാറട്ടെ. അശുദ്ധി നീങ്ങട്ടെ സഭയിൽ തന്നെ. അവന്റെ ശക്തി
ರೀವಸ ರೀವ ರೀವಸ ಚೂಡಗಾನಸ ഊടവാല തീരവാല രീവ രീവസ. ആ ഉയർപ്പിൻ ജീവൻ, ഉയർപ്പിൻ ജീവന രീവസാരവ ജാല രീവസ രീവ രീവസ ഊടവാല രീവ രീവസ. ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശ ഗാനം പാടണം, പ്രത്യാശയുള്ള പാട്ട് പാടണം. നിങ്ങളുടെ സ്ഥിതി മാറും. ഞാനിത് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ ഒരുങ്ങുന്നവർ. ആരാധനയ്ക്ക് 12 മണിക്ക് വരുന്നവരോട് പറയുന്ന വാക്കല്ല, നിത്യജീവൻ പ്രാപിക്കാനുള്ളവർ. എപ്പോഴും ദൈവാത്മാവ്. താങ്ക് യു. എല്ലാവരും പോയിരുന്നാട്ടെ, ബൈബിൾ എടുത്താട്ടെ. എല്ലാവരും അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവൻ എന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞാൻ വിധിച്ചു കളയും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അവനെ കാണിച്ചു കൊടുക്കും. താങ്ക് യു ജീസസ്. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും വേഗം തന്നെ സുസാമത്തിൽ എൻ്റെ സേവനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിച്ചു. യേശു ക്രിസ്തു ആരെന്നും അവനിൽ വിശ്വസിക്കുന്നവർ ആരെന്നും നമ്മളും അറിയും, ദൈവവും അറിയും. ജനങ്ങളോട് വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആഴത്തിൽ പറയത്തില്ല, ലിമിറ്റിനെ കൂടെ ജനം വരികയില്ല. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് പറയും, സ്വർഗത്തിൽ പോകേണ്ട വഴികളിൽ കൂടെ ഇറങ്ങി തിരിക്കുകയില്ല. എത്ര പ്രാർത്ഥിക്കുന്നത് നോക്കിയാലും അദ്ദേഹം കുറെ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കറങ്ങത്തേ ഉള്ളൂ. അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് പിശാച് അവരെ ജയിക്കാൻ വിടുകയില്ല. പിശാച് അവരെ ജയിക്കാൻ വിടാതെ തടയുമ്പോൾ ഇവരവിടെ നിന്ന് പോകുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിങ്ങൾ സർവായുധ വർക്കം ധരിക്കണമെന്ന്. സർവായുധ വർക്കം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരവും നിനക്ക് ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നവർ പോലും അവരെ ഫോക്കസ് ചെയ്യുന്ന ഫുള്ള ലോകത്തിലേക്കാണ്. മനുഷ്യർക്ക് മുൻപിൽ മാത്രമേ നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ ദൈവത്തിന് മുൻപിലുള്ള വിഷയം വരുമ്പോൾ അവനവിടെ ബ്ലാക്ക് ആകുക, ഇരുട്ടാകുക. വചനം പഠിപ്പിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുമെന്നാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. ആരാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നത്? അതാണ് നമുക്ക് പറയാനുള്ള വിഷയം. നമുക്ക് ഒരു വചനം എടുക്കാം. ലൂക്കോസിലെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓക്കെ ജീസസ്, അതിന്റെ 25 ഒരു ദൂത് ഇരിപ്പുണ്ട്, അത് വായിച്ചു പോകാൻ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട്
ലൂക്കോസിലെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വചനമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചാൽ മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് ഒരു മനുഷ്യൻ സർവ്വലോകവും എന്നാൽ ഭൂമിയിലുള്ള എല്ലാം നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയും തന്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കി കളഞ്ഞാൽ ഛേദം വരുത്തുകയോ ചെയ്താൽ ദൈവം സംസാരിക്കുന്നത് നമ്മുടെ ജഡത്തോടല്ല, നമ്മുടെ ആത്മാവോടാണ് സംസാരിക്കുന്നത്. കർത്താവ് നിന്റെ സ്ഥിതി മാറ്റി. യേശുവിന്റെ അടുക്കൽ വന്നാൽ നീ യേശുവിന്റെ മകനായി ജീവിക്കും. പിശാചിന്റെ അടുക്കൽ പോയാൽ പിശാചിന്റെ മകനായി ജീവിക്കും. യേശുവിന്റെ അടുക്കൽ വന്നാൽ വെളിച്ചം ലഭിക്കും. പിശാചിന്റെ അടുക്കൽ പോയാൽ ഇരുട്ട് ലഭിക്കും. ഇരുട്ട് ലഭിക്കാൻ പൈസ കൊടുക്കണ്ട, ജോലി ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അത് തന്നെ വന്നോളൂ. എന്നാൽ വെളിച്ചത്തിൽ വരണമെങ്കിൽ അത് വില കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഈ ലൈറ്റിനെ ഓഫ് ചെയ്താൽ ഇവിടെ ഇരുട്ടാവും. അതിന് ഇരുട്ടിന് വേറെ ബൾബ് വേണ്ട, വയറ് വേണ്ട, ഒന്നും വേണ്ട, തന്നെ വന്നോളൂ. വെളിച്ചം വരണമെങ്കിലോ എന്തെല്ലാം കഷ്ടപ്പാടാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കഷ്ടപ്പാടാണ്. ഈ കടലിലേക്ക് പോകണമെങ്കിൽ ഒരു കഷ്ടപ്പാടുമില്ല, സുഖമായിട്ട് പോകാം. എപ്പോഴും നോക്കിക്കുക, നിത്യ ജീവൻ പ്രാപിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് വില കൊടുക്കുന്നവർക്കാണ് അത് ലഭിക്കാറുള്ളത്. എപ്പോഴും വില കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വില കൊടുക്കണം. വില കൊടുക്കുന്നവർക്ക് ലഭിക്കും. ആ ശക്തിയിലേക്ക് നിങ്ങൾ വരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് നിങ്ങൾ വരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് ആരാ വരുന്നത് എന്ന് ചോദിച്ചാൽ, നിത്യ ജീവൻ പ്രാപിക്കണം എന്നുള്ള ആ വൈരാഗ്യമുള്ളവർക്ക് മാത്രമേ നടക്കൂ. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയും ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് കാണിച്ചാൽ കണ്ടോ അവരെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അപ്പോ നീ ദൈവ വിഷയത്തിൽ പിന്മാറി പുറകോട്ട് പോയാൽ ദൈവവും നിന്റെ വിഷയത്തിൽ പിന്മാറി. ഇത് ഞാൻ പറയാൻ വന്ന ആശയം, യേശുവിന്റെ പിന്നാലെ വരുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കറക്റ്റ് ഒരുങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഇതോട്ട് വരാൻ പാടില്ല. സാധാരണ മനുഷ്യനെ ജീവിക്കുന്ന ഒരാൾ എന്തിനാ പെന്തക്കോസ് അനുഭവത്തിൽ വരുന്നത്? പെന്തക്കോസ് അനുഭവം എന്ന് പറഞ്ഞാൽ മാളികയുടെ അനുഭവമാണ്. മാളികയുടെ അനുഭവം നിത്യജീവനെ കാണിക്കുന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിടെ സ്തുതിയും ആരാധനയല്ലാതെ സ്വർഗത്തിൽ വേറെ ഒന്നും ഉണ്ടാകുകയില്ല. അത് ഇവിടെ നിന്നേ ട്രെയിൻ ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ വെച്ച് ഭൂമിയിൽ ചില കാര്യങ്ങൾ കെട്ടിപ്പണിത് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാ ഈ ലോകം മുഴുവനും നമുക്കുള്ളതായി മാറ്റി തീർത്താലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നീ എന്ത് ചെയ്യും എന്നുള്ളതാണ് ദൈവത്തിന്. കർത്താവ് പറയുന്നത്, നീ ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു മുളം കൂട്ടാനോ കുറയ്ക്കാനോ നിന്നെ കൊണ്ട് പറ്റുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മറക്കരുത്. നിങ്ങൾ നിന്റെ വിഷയത്തെ അവനെ ഏൽപ്പിക്കൂ. തലമണ്ടയായിട്ട് ചൂടാക്കാതെ കപ്പലണ്ടി മറക്കല്ലേ. തലമണ്ടയ്ക്കകത്തിട്ട് കപ്പലണ്ടി മറക്കാനല്ല അവനെ വിളിച്ചത്, അവനെ സ്തുതിക്കാനാ വിളിച്ചത്. അതിന്റെ 10 മുതൽ വായിച്ചാൽ തങ്ങൾ ചെയ്തതൊക്കെ അവനോട് അറിയിച്ചു. അവനിവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി. അത് പുരുഷാരെ പറഞ്ഞ് അവനെ പിന്തുടർന്നു. അവനവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും യേശു ദൈവരാജ്യത്തെ കുറിച്ചേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് പറയാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി അതിന്റെ 20 മുതൽ വായിച്ചു നമ്മൾ വിശദീകരിക്കുക. യേശു ഇതെല്ലാം ശിഷ്യന്മാർ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, ഇതെല്ലാം സംഭവിച്ചു. കർത്താവ് അവരെ കൊണ്ട് ജനം അവരെ പിന്നാലെ വന്നു. എന്തുമായിക്കോട്ടെ, അത് അപ്പത്തിന്റെ വിഷയം വരിക, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, വേറെ വിഷയമുള്ളത്.
അപ്പൊ അതിന്റെ 20 വരുമ്പോൾ യേശു ശിഷ്യന്മാരുമായിട്ട് ഒരു സംസാരം ഉണ്ടാകുക. ആ ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു, ആ ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. അതിനെ ഒന്നുകൂടെ വായിക്കണേ. നിങ്ങൾ എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയും? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ ക്രിസ്തു, ദൈവത്തിന്റെ ക്രിസ്തു. ഈ ചില ഉത്തരങ്ങൾ നമ്മെ ചിന്തിപ്പിക്കും. നീ ദൈവത്തിന്റെ ക്രിസ്തു, അത് കറക്റ്റ് ആയിരുന്നു. ആ പോയിന്റ് കറക്റ്റ് ആവും. അപ്പൊ അവന്റെ കണ്ണ് തുറക്കപ്പെട്ടതായത് കൊണ്ടാണ് അവനത് വെളിപ്പെട്ട് വന്നത്. വായിച്ചാൽ ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് Yes. കൽപ്പിച്ചു. ഇതാരോടും പറയണ്ട എന്ന് അവൻ അവരോട് നിർബന്ധമായി പറഞ്ഞു. Yes. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിന് ശക്തിക്ക് വേണ്ടി വില കൊടുക്കണം. ശക്തി ഒരു ഭയങ്കര സംഭവമാണ്. ശക്തി ഇല്ലെങ്കിൽ പിശാച ജയിക്കുന്ന ശക്തി കൊണ്ടാണ്. നിങ്ങളൊരു കരിങ്കല്ല് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹെൽത്തി വേണം, ആരോഗ്യം വേണം, അല്ലേ? എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, പിശാച ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യം. ഇനി അതിന്റെ 28 മുതൽ വായിച്ച് ഞാൻ വേഗത്തിൽ നിർത്താൻ വേണ്ടി. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ ഈ വാക്കുകളെല്ലാം യേശു സംസാരിച്ചിട്ട് ഏതാണ്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് എവിടെ പോയി? മലയിൽ കയറിപ്പോയി. പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിട്ടു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഇതാ എനിക്ക് ഞാൻ പറയാനുള്ളത്. ഇവിടെയാണ് അമ്മാവൻ കുഞ്ഞിനെ വേറെ ചാടി വാ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം അങ്ങോട്ട് മാറി. ആരാ ഇതിലോട്ട് വരുന്നു? ഞാൻ ഈ വാക്ക് ഇതോടെ നിർത്താൻ, കാരണം ഇത് തീരത്തിലേക്ക്. അവന്റെ മുഖത്തിന്റെ ഭാവം അങ്ങോട്ട് മാറി. നീ ആദ്യം വന്നതുപോലെയല്ല തിരികെ പോകുന്നത്. അവന്റെ മുഖത്തിന്റെ ഭാവം മാറി അങ്ങോട്ട്. എന്നെ മനസ്സിലാക്കി എപ്പോന്നറിയാമോ? ഈ മോശയുടെ മുൻപേ ദൈവം പോകുന്ന സമയത്തിൽ മോശ എന്ത് മുഖം മൂടി. അവന്റെ പ്രസൻസ് നമ്മൾ നിൽക്കാൻ പറ്റുന്നില്ല. ആ പച്ച ചുരിദാർ അവനോടാ പറയുന്നത്. അവൻ മുഖം മൂടി, കണ്ണടച്ചിട്ട് പോലും ആ ശക്തിയെ താങ്ങാൻ പറ്റിയില്ലെങ്കിൽ, സഹോദരി, നിന്റെ അകത്ത് എന്തോ അവൻ ചെയ്യാൻ പോകുന്നു. ശക്തി വാങ്ങാൻ റെഡിയാണ്, വാങ്ങിക്കോ. അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. മോശെ തന്റെ പുതപ്പ് കൊണ്ട് മൂടിയോ കൈ കൊണ്ട് മൂടിയോ അത് എനിക്ക് അറിയത്തില്ല. അവൻ എന്തോ കൊണ്ട് അവൻ മൂടി. അവൻ മൂടിയപ്പോൾ ദൈവം അവന്റെ മുൻപിൽ കൂടെ കടന്നു പോകുക. ശക്തി വാങ്ങി. ഫയർ, ഈ അഭിഷേകം കൈമാറി പാർക്കുന്ന ദേശത്തിൽ നിനക്ക് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതതുപോലെ നീയും ചിലത് പണിയുമെങ്കിൽ അതിന് ഇസ്രയേൽ എന്ന് പേരാകും. ഇസ്രയേൽ എന്ന് പേരാകുമ്പോൾ അവന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുക. ആ ശക്തി നിന്റെ മേൽ ഇറങ്ങുക. അവന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിയാൽ
ഒരു കാര്യം മനസ്സിലായി, അവന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിയാൽ ആ ശക്തി പകരുന്ന ഒരു വാർത്ത ഉണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഏറ്റെടുക്കുന്നവർക്ക് ശബ്ദം കേൾക്കട്ടെ, 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 കേൾക്കട്ടെ. വരട്ടെ, 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 ശക്തി വരട്ടെ, ശക്തി, ശക്തി. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ശക്തി നിങ്ങൾ എപ്പോഴും നോക്കിയോ, ശക്തി പ്രാപിക്കാൻ പഠിക്കണം. യേശു തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത് വരെ ഇവിടെ തന്നെ ഇരിപ്പീൻ. യേശു പറഞ്ഞ വാക്ക. ശക്തി പ്രാപിക്കാതെ മക്കളെ ഗണ്ഡിച്ച് തിരിക്കല്ലേ, പണി കിട്ടും നിനക്ക്. ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിലത് നേടാൻ പറ്റും. ആരായിട്ടെടുക്കുന്നു? ശക്തിക്ക് വലിയ ആ പിന്നാലെ സഹോദരി എണ്ണിച്ചിരിക്കാൻ പറഞ്ഞത് നിന്നോട്, നിന്നെ കണ്ട് മാസങ്ങളായി, ഒന്ന് എണ്ണിച്ചാട്ടെ. എന്റെ പരിശുദ്ധാത്മാ കൈ നോക്കവിടെ. നിന്മനം ഇളകാതെ നീ അവിടുന്ന് ചാടിയാ വരുന്നത് ഇവിടെ. നിന്റെ മുൻപിലിരിക്കുന്നത് ജീവനും മരണമെന്ന പോരാട്ടമാണ്. ഇന്നത് ജയിക്കുന്ന ഒരു തീ അഭിഷേകം യേശു കൈമാറുകയാണ്. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ നിന്നോട് കൂടെ നിന്നോട് കൂടെ അന്ത്യവരെ, നിന്റെ അന്ത്യവരെ കൂടെ വരുന്ന ഭർത്താവ് വരുമോ, ഭാര്യ വരുമോ, മക്കൾ വരുമോ, അപ്പനമ്മ വരുമോ, ആർക്ക് വരാൻ പറ്റത്തില്ല. അന്ത്യവരെ വരാനുള്ള ഒരേ ഓട്ടം ഇവനാ. നിന്നോട് കൂടെ എന്നും നഷ്ടങ്ങൾ 1000 വരും, കഷ്ടങ്ങൾ 1000 വരും, പ്രയാസങ്ങൾ തേടി വരും, ശത്രുക്കൾ നിന്നെ തകർക്കാൻ വേണ്ടി എണ്ണിച്ചു വരും, ദുഷ്ടൻ നിനക്കെതിരെ പല്ല് കടിക്കും. പക്ഷേ അവന്റെ പല്ല് നിന്റെ മുൻപിൽ ഉരുകിപ്പോകും. അത് ജയം പിടിക്കുന്നവർക്ക് ദൂരായത്. കണ്ണുനീർ വാർത്തവൻ എന്തുവാ കാര്യം? കാര്യം നടത്തി തരും. കൈ നിമിർത്തി പിടിച്ചോ. എന്റെ കാര്യം വിവാഹാരം നടത്തി തരുന്നവൻ എന്റെ മുൻപിലുള്ള കൊണ്ട് യേശുവിന്റെ മുഖഭാവം അങ്ങോട്ട് മാറി. സിസ്റ്റർ എങ്ങനെ? യേശുവിന്റെ മുഖഭാവം അങ്ങോട്ട് മാറി. മക്കളുടെ വിഷയങ്ങൾ വരുമ്പോൾ അപ്പന്റെ അമ്മയുടെ മുഖഭാവം മാറും അങ്ങോട്ട്. തീരഭിഷേകം. മന്ത്രവാദികളെ ജയിക്കുന്ന അഭിഷേകം ഞാൻ കൈമാറുകയാണ്. വിജാത ജയിക്കുന്ന അഭിഷേകം കൈമാറുകയാണ്.
നിന്റെ മക്കളെ കള്ളു കുടിപ്പിച്ച് ചീത്തയാക്കി നശിപ്പിക്കാൻ പറ്റ ചതിയെ ഇവിടെ നിന്ന് വെട്ടി മാറ്റുകയാ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും അതും ഇതും ഏറ്റെടുത്തവർ ശക്തി ശക്തി ഇറങ്ങട്ടെ 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 ഇറങ്ങട്ടെ. ഏറ്റെടുക്കുന്ന വീടുകളിൽ അവരെ വീട് തകർക്കാൻ പറ്റ കുടുംബത്തിനകത്ത് കലഹം, കുടുംബ കലഹം, വീട്ടിനകത്ത് ഭിന്നത, കയ്പ്, ഈർച്ചകൾ, വരുമാന തടസ്സങ്ങൾ, ഇങ്ങനെ വീട് അലട്ടുന്ന ചില പോരുകൾ ആരോ ഏറ്റെടുക്കുന്നു. യെസ് യെസ് യെസ്. അവരെ വീടുകളിൽ കർത്താവിന്റെ ദൂതൻ ഊരി പിടിച്ച വാളുമായി ഇന്ന് പകൽ ഇറങ്ങി വരികയാ. ഉടബലവൈഡം റീവൽ പ്രൗണി ശാലക്കത്തരവ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്നാഭിന്നമായി പോകും. യെസ്, ഇത് ഏറ്റെടുക്കുന്നവർ മാത്രമേ ഏറ്റെടുക്കൂ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്നാഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്നാഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എന്റെ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എന്റെ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയമായോഗ്യം പ്രാപിച്ചിടും ഞാൻ. എന്റെ വചനം പോലെ ചെയ്യും. എല്ലാമായി തുറക്കട്ടെ. എന്റെ വീട്ടിൽ ആകാരം കുറയുകയില്ല. ആവശ്യങ്ങളും കുറയുകയില്ല. എന്റെ വീട്ടിൽ ആകാരം കുറയുകയില്ല. ആവശ്യങ്ങളും കുറയുകയില്ല. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ജയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ വചനം പോലെ ചെയ്യും. എന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ വചനം പോലെ ചെയ്യും. എന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളി എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളി ആരെല്ലാം പാടുന്ന വാക്കല്ല. സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ താമസിക്കും. എന്റെ വിശുദ്ധാലയം മാറ്റിടും. എന്റെ നന്മയ്ക്കായി അവൻ താമസിക്കും. എന്റെ വിശുദ്ധാലയം മാറ്റിടും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയമായോഗ്യം പ്രാപിച്ചിടും ഞാൻ. എന്റെ വചനം പോലെ ചെയ്യും. എന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ വചനം പോലെ ചെയ്യും. എന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വന്നാലും വരികയില്ല. കൊടുക്കുവാനോ ദൈവം പ്രവർത്തിക്കും. വായ്പ വന്നാലിട വരികയില്ല. സംഭവിക്കട്ടെ. ഉയർത്തനെ എന്ന് പ്രാപിക്കുന്ന ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്ന. ഉയർത്തനെ എന്ന് പ്രാപിക്കുന്ന ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്ന. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയമായോഗ്യം പ്രാപിച്ചിടും ഞാൻ. എന്റെ വചനം പോലെ ചെയ്യും. എന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ വചനം പോലെ ചെയ്യും.
ഇത് ആരെല്ലാം ഏറ്റെടുത്ത് അവർ മാത്രം ഏറ്റെടുത്തവർ മാത്രം കഴിഞ്ഞിട്ട് സത്യമായിട്ട് പറയുന്നു, ഈ ആഴ്ചയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഏറ്റെടുത്തത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അതിന്റെ 28 പറയുന്നത് ഇങ്ങനെയാണ്, വായിക്കാമോ? അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിന്മേൽ പുറപ്പെട്ടു പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖം മാറുക. ഈ ആഴ്ചയിൽ തന്നെ നിന്റെ മുഖം മാറുമെന്ന വെളിപ്പാട് യേശുവിന്റെ നാമത്തിൽ. നിന്റെ ഹാർട്ട് മാറും, നിന്റെ ശക്തി മാറും, നിന്റെ ശരീര അവയവങ്ങൾ മാറും. തീരം പിടിച്ച അവയവങ്ങൾ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ്. എക്സാം എഴുതാൻ വന്ന കുട്ടികളുടെ ലെവൽ മാറും. പിന്നെ അല്ലാതെ വിശ്വാസമുണ്ടോ? കോരിയെടുക്കാം, മാരിയെടുക്കാം. അടുത്ത ലൈൻ. അടുത്ത ലൈൻ വായിച്ചാട്ടെ. അയ്യോ, ഉടുപ്പും മിന്നുന്ന വെള്ളയായിട്ട്. കോട്ടയം ചർച്ചിൽ ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു. സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് കണ്ടു. ഹിമം പോലെ വെളുത്തൊരു വസ്ത്രം, ഉടുപ്പ് മിന്നൽ പോലെ. നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റുന്ന പോയപ്പോ അവിടെ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ടുപേർ നിൽക്കുന്നത് കാണാം. ഇങ്ങനെ അനുഭവങ്ങൾ പലതാണ്. സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് കാണാം. അപ്പൊ ഇതെല്ലാം മിന്നലിന് ഒത്തവണ്ണം. അപ്പൊ നിന്റെ വിഷയത്തിലെ വഴി തുറക്കുന്നതും അത്ര സ്പീഡിലാ. മിന്നൽ പോലെ സ്പീഡാ. ഏറ്റെടുക്കുന്നു ചില പേപ്പർ വർക്കുകൾ വിഷയങ്ങൾ സംബന്ധമായി മിന്നൽ പോലെ നിന്റെ തലമുറ വിഷയങ്ങൾ വെളിപ്പെടുത്തുക. മിന്നൽ പോലെ, മിന്നൽ പോലെ. ഏറ്റെടുക്കുന്നത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. താങ്ക് യു. അടുത്ത ലൈൻ. 2 പുരുഷന്മാർ അവനോട്. ഇവര് പോയത് ഇവിടെ 3 പേരാ, യേശു കൂടി 4 പേരാ. വേറെ 2 പുരുഷന്മാർ വന്നു. 6ാമത്തെ ആൾ. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തയല്ല കർത്താവിന്റെ ചിന്തയാണ്. എന്നെ പരിശുദ്ധാത്മ ഉണർത്തുന്നത് അറിയാമോ? മരുഭൂമിയിൽ അവന്റെ ജനം നടന്നു പോകുമ്പോ അവർക്ക് തിന്നാൻ വേണ്ടി രാവിലെ ദൈവം മഞ്ഞിലെ തുടച്ചു മാറ്റിക്കൊണ്ട് അടർത്തിയെടുക്കുകയായിരുന്നു. നിങ്ങൾ ഏത്തക്കായ അടർത്തിയെടുക്കുന്നത് പോലെ ഇവര് മണ്ണായ സുജാത ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ നിന്നോടാ പറയുന്നത്, അടർത്തിയെടുക്കുന്ന ഒരു അനുഭവം. നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ ചില നന്മകളെ അടർത്തിയെടുക്കുന്ന ഒരു അനുഭവം ഞാൻ കൈമാറുക. അടർത്തിയെടുക്കുന്ന അനുഭവം. സത്യം പറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം എളുപ്പത്തിൽ വാങ്ങാം. ഞാൻ അങ്ങനെ പല കാര്യം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വാങ്ങാനുണ്ട് ഈ ആഴ്ച കുറെ കാര്യം. എന്റെ അമ്മ മഞ്ചരിക്കുന്നു, സാറിന് അമ്മ ചിരിച്ചത് പോലെ. സാറമ്മ ചിരിച്ചാലും ദൂരം വിട്ടോ, അടുത്ത വെളിപ്പാടാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ എടുക്കാൻ പഠിക്കണം. അടുത്തത്. അത് മോശ ഏരിയാവും തന്നെ. അയ്യോ, പ്രസൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. നിങ്ങൾ അതിലോട്ടൊക്കെ പറഞ്ഞു. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. നിങ്ങൾ ചുമ്മാ ഈ കപ്പയും മീൻകറി തിന്നാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ശരീരം ഒന്നും തന്നെ. ചുമ്മാ ഈ പന്നിക്ക് തുല്യമാകരുത്. നിങ്ങൾ നിങ്ങളുടെ ലെവൽ അങ്ങോട്ട് മാറ്റിയെടുക്കണം. ഇടയ്ക്ക് കപ്പയും മീൻകറി ഒരു വിചാരികൾ പരിശുദ്ധാത്മാവിലേക്ക് പ്രസൻസിലേക്ക് വേണം. നമ്മുടെ ആത്മാവ് പ്രസൻസിലേക്ക് വേണം, ശക്തിയിലേക്ക് വേണം, പവറിലേക്ക് വേണം, പവറിലേക്ക് വേണം.
പവർ അനുഭവിക്കാൻ പറ്റും. അടുത്തല്ലേ അവൻ യെരൂശലേമിൽ പ്രായപ്പാടുള്ള മിര്യാമത്തെ കുറിച്ച് സംസാരിച്ചു. ആ പത്രോസ് കൂടെയുള്ള ഉറക്കത്താൽ ഭാരപ്പെട്ടു. കണ്ടോ, എന്തിനാ ഭാരപ്പെട്ടത്? ഉറക്കത്താൽ ഭാരപ്പെടും. ആ ജഡത്തിന് ശക്തി അങ്ങനെയാണ്. പലപ്പോഴും ഈ സാധനം നമ്മെ ഉറക്കമും തീറ്റിയും കുടിയടയിട്ട് നമ്മെ ഉറക്കിക്കണം. ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. என் பக்கத்திலே இரும். ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. நீர் இல்லாமல் நான் வாழ முடியாது. യേശുവില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. തിരിച്ചറിഞ്ഞു. എപ്പോഴും നിങ്ങൾ യേശുവിലാണ്, ശക്തിയിലാണ്, ബലത്തിലാണ്. അവര് ഉറക്ക അവരെ മൂടിക്കൊണ്ടേ നടത്തലേ. ശേഷം അവന്റെ തേജസ്സിനെയും ആ അവരോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു. ആരെ കണ്ടു? ശിഷ്യന്മാർ കണ്ടു. നിങ്ങൾ കാണണം ചിലതിന്. ആ അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഓക്കെ ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. മതി ഗുരുവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കാരണം പ്രസൻസ് എവിടെ ഇറങ്ങുന്നോ അവിടെ ഇരിക്കാൻ. യാക്കോബ് അങ്ങനെ തീരുമാനിച്ചത്. ഒരു തലേണ കല്ലെ വെച്ചുകൊണ്ട് അവനവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ അവൻ അതിൽ കൂടെ ദൂതന്മാർ കോവേറ്റിൽ കൂടെ കയറി ഇറങ്ങുന്ന കണ്ടപ്പോൾ അത് മനസ്സിലായി ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം. ഇത് നിന്റെ വീടും അങ്ങനെ ആകണം. നിന്റെ വീട് ഇന്നു മുതൽ അങ്ങനെ ആകണം. എത്ര ആഗ്രഹിക്കുന്നു? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നോക്കിക്കോ, ഈ ലോകം മുഴുവനും നിന്റേതായി മാറ്റിയാലും ആത്മാവിന് ജീവനല്ലെങ്കിൽ, അല്ലെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, വചനപ്രകാരം ജീവിക്കുക, വചനത്തിൽ ഉറ്റിരിക്കുക, ദൈവത്തെ വിട്ട് പിന്മാറാതിരിക്കുക. 93 സങ്കീർത്തനത്തിൽ 4 എന്താ പറയുന്നു? സമുദ്രത്തിലെ വൻതിരകളായ 91 സങ്കീർത്തനം 4-ാമത്തെ വചനം എന്താ പറയുന്നു? അത് ഒന്നുകൂടെ സ്ഫുടമായി വായിക്കണേ. തന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്നു, അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകമാകും. ഇത് നിനക്ക് ഈ ആഴ്ചകളിൽ സംഭവിക്കുന്നതാണ്. കരമെടുത്ത് പാസാക്കിക്കോ. ഈ വചനങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു. നല്ല സമയത്തിനായി സ്തോത്രം. നീ കാത്ത് പരിപാലിച്ചു. നല്ല വചനവും കർത്താവെ, നല്ല സങ്കീർത്തനവും നല്ല പാട്ട് പ്രാർത്ഥനയെല്ലാം തന്നു. നീ തൊട്ടതിനായി സ്തോത്രം. പുതിയ വഴികൾ യാച്ചിന് തുറന്നതിനായി സ്തോത്രം. സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവരും ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യേണ്ട സ്വർഗ്ഗസ്വപിതാവേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവേ, 3-ാം മാസം 2-ാം ദിവസം കർത്താവേ, മധ്യാഹ്ന സമയത്ത് ഞങ്ങളെ ഫലമല്ല ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവേ അല്പസമയം സ്തുതിപ്പാനും പാടുവാനും കർത്താവേ, ഹല്ലേലൂയ, നല്ലൊരു സങ്കീർത്തനം തരുവാനും നല്ലൊരു വചനം കേൾക്കുവാനും സമയത്തിനായി സ്തോത്രം. എത്രയോ ആത്മാക്കൾ കർത്താവേ ഞങ്ങൾ ശ്രേഷ്ഠരായി ലോകത്തിനും പ്രതിയായി മാറ്റപ്പെടുമ്പോൾ വീട് അയ്യം പിടിക്കുമ്പോൾ
കർത്താവേ, അങ്ങയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച നന്ദിയോട് മണ്ണിനെ ഹോബയെ വാഴ്ത്തുക. എന്റെ സർവാന്തരകമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോബയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവേ, പഠിപ്പാൻ, ആകാരം ധരിപ്പാൻ, വസ്ത്രം ശ്വസിപ്പാൻ, വായുന്നതും ചെറുതും വലുതും ആവശ്യങ്ങളെല്ലാം നടത്തുന്ന ആവശ്യം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായി ഞങ്ങളുടെ സ്വർഗ സംവിധാനം ഓരോ കുടുംബത്തെ ആളാം പ്രതിയായി പേരായി കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കും. വിദേശത്ത് പോവാൻ പോവാൻ കർത്താവെ തയ്യാറെടുത്തിരിക്കുന്നവരെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, കരയിൽ കൂടിയും വായുവിൽ കൂടിയും കർത്താവെ യാത്ര ചെയ്ത് അവിടെ സുഖമായി എത്തിച്ചേർന്ന ജോലിയിൽ പ്രവേശിക്കാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്ന വിഷയത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. 12 അപ്പച്ചന്മാരെയും കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, അവരെയും ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ ആള് തന്നെ ഉടയവനെയും കഴുതേന്റെ യജമാന്റെ പുൽത്തൊട്ടേറിയ ജനമോ ഗ്രഹിക്കുന്നില്ല, അവരറിയുന്നില്ല. അയ്യോ, പാവമുള്ള ജാതിയാരും ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാനുള്ള സന്തതി വഷളായി നടക്കുന്ന മക്കൾ, അവരെ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളയുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കള് പുറകോട്ട് മാറിക്കളയാൻ ഞങ്ങൾ ആരും കർത്താവേ, ഞങ്ങളുടെ നിത്യയിൽ പ്രത്യാശയെ ജീവിപ്പാൻ ഞാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്നെ നിത്യവിനേക്ക് കളയുകയും ചെയ്താൽ അവൻ എന്തൊരു പ്രയോജനമല്ല, നിത്യം നേടി അവൻ എന്തൊരു പ്രയോജനം കൊടുക്കും. വ്യഭിചാരവും പാവമുള്ള തലമുറ അങ്ങയുടെ വചനത്തെ കുറിച്ച് നാണിച്ചാൽ മനുഷ്യപുത്രനും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും അത് വരുമ്പോൾ നാണിക്കുന്ന ഞങ്ങളുടെ തിരുവചനമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെയും കർത്താവെ അതിനെ ഒരുക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഷയും കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തണേ. എല്ലാ പ്രാർത്ഥനയും കർത്താവ് വരുവാൻ എല്ലാവരെയും മനസ്സ് കൊടുക്കണം. ഭാഷയും കർത്താവെ, കേട്ട വചനം കർത്താവെ നല്ല നിലത്ത് വീണെടുത്തായി തീരുവാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ എക്സാം നടക്കുന്ന കർത്താവെ, തിങ്കളാഴ്ച പോലെ കർത്താവെ അവർക്ക് പഠിക്കുന്ന വിഷയം മറന്നുപോകാതെ കർത്താവെ അവർക്ക് ഹല്ലേലൂയ സ്തോത്രം അത് നല്ല രീതിയിൽ എഴുതുവാൻ കർത്താവെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അവർ മറന്നുപോകാതെ കർത്താവ് വിഷയം കർത്താവെ അത് ഹല്ലേലൂയ നല്ല രീതിയിൽ എഴുതുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ലോക ചിന്തയിൽ അകപ്പെടാതെ കർത്താവെ, ഈ ലോകത്തിൽ നടക്കുന്ന ചിന്തയിൽ കർത്താവെ മധ്യത്തിലും മയക്കുമരുന്നിലും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഈ കർത്താവെ ഈ ലോകത്തിൽ കർത്താവെ അകപ്പെടാതെ അവരെ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വദേശം വിദേശത്തും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാ കരങ്ങൾ ഏൽപ്പിക്കുന്ന ആ ഒരു വിഷയത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പേപ്പർ വർക്കിൽ ജോലിയില്ലാത്ത കർത്താവെ അവരുടെ ആവശ്യങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് എത്രമേൽ ജോലി കയറുവാനും ജോലി ചെയ്യുവാനും കർത്താവെ അവരെ സഹായിക്കണം. ഞാനിപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോകാത്ത ഒരു നാഥൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസ്രായ യേശുവിന്റെ നാമത്തെ ആരുമേ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടുതരണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, നമ്മെ തൊട്ടതിനായി സ്തോത്രം, നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം, നമ്മെ അനുഗ്രഹിച്ച് മാനിച്ചതിനായി സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രസന്ത സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ദൈവമക്കളോടും എല്ലാവരോടും ഈ ആഴ്ച യാത്ര ചെയ്യുന്ന തന്നെ മക്കളോടും കർത്താവെ എക്സാം പിള്ളേരോടും എല്ലാവരോടും ആദ്യമായി കടന്നു വന്നവരോടും എല്ലാവരും പ്രയാസനുസരിക്കുന്ന നിങ്ങൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയനന്ദ കർത്താവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണം. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.